ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല രുചിയോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്ത് ഒരു പകുതി മൂപ്പായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ രണ്ടും നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പഴം, ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ, ഒരുപാട് ഉടഞ്ഞു പോവാത്ത ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത് കേട്ടോ, ചെറിയൊരു പീസായിട്ട് തന്നെ വേണം. അപ്പോൾ ഇതുപോലെ അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പഴത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കളറിലുള്ള പുട്ടുപൊടി ചെമ്പ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ വൈറ്റ് പുട്ടുപൊടി ആയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പുട്ടുപൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. റാഗി പുട്ടുപൊടിയോ ചെമ്പ പുട്ടുപൊടിയോ അങ്ങനെ വൈറ്റ് പുട്ടുപൊടിയോ നമ്മൾ വീട്ടിലുള്ള പുട്ടുപൊടി, അതായത് വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന പുട്ടുപൊടിയോ അങ്ങനെ ഏത് പുട്ടുപൊടി വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് എടുക്കാം കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ്, പാക്കറ്റ് പൊടി ആയതുകൊണ്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഈ ഒരു പൊടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിൽ ചില്ലിട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യത്തെ ലെയറായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പുട്ടിൻ്റെ ആ ഒരു പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് പിന്നെ നമ്മൾ പഴത്തിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ പുട്ടിൻ്റെ പൊടിയും പഴത്തിൻ്റെ മിക്സും പുട്ടിൻ്റെ പൊടിയും പഴത്തിൻ്റെ മിക്സും അങ്ങനെ നമുക്കിഷ്ടമുള്ള ആ ഒരു രീതിയിൽ ലെയറുകളാക്കി എടുക്കാം. ഏറ്റവും മുകളിലായിട്ട് പിന്നെ തേങ്ങ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബനാന പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല രുചിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പുട്ടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.